സിന്ദൂരം. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. ടേബിളിലിരുന്ന ഫോണ് ബെല്ലടിച്ചതും അവൾ ഇറങ്ങിക്കിടന്ന പുതപ്പൊന്ന് ശരിയാക്കിക്കൊണ്ട് കൈയെത്തിച്ച് ടേബിളിലിരുന്ന ഫോണ് കയ്യിലെടുത്തു. ബാഗിൽ നിന്നാണ് ആ കാര്യമൊക്കെ മറന്നുപോയിരിക്കുന്നു. അമ്മ വരിച്ചവരും അന്വേഷിച്ച് കുറച്ച് ആശ്വാസവാക്കുകൾ പറഞ്ഞുകൊണ്ട് മാനേജർ ഫോൺ വെച്ചു. നല്ല രീതിയിൽ മറുപടി കൊടുത്ത ശേഷം അവൾ ആ ഫോൺ കോൾ അവസാനിപ്പിച്ചു. ഉള്ളിൽ വിഷമുണ്ട്. അതെന്തിനു മറ്റുള്ളവരെ അറിയിക്കണം? അതിന് നന്ദിത പഠിച്ചിട്ടില്ല. ഫോൺ ഓഫാക്കിയ ശേഷം അവൾ സ്ക്രീനിൽ തെളിഞ്ഞ് അവളുടെയും അമ്മയുടെയും ഫോട്ടോയിൽ തഴുകി. മനോഹരമായ ഭംഗിയുള്ളൊരു ചിത്രം. കഴിഞ്ഞ ഓണത്തിന് രണ്ടുപേരും സെറ്റ് സാരിയെ കൊടുത്ത് അമ്പലത്തിൽ പോയപ്പോൾ എടുത്ത ഫോട്ടോയാണത്. നന്ദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. നിറഞ്ഞ കണ്ണുകളിൽ നിന്നും കണ്ണുനീര് ഒലിച്ചിറങ്ങി. എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും മറക്കാൻ കഴിയുന്നില്ല. ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എത്രയൊക്കെ മറക്കാൻ നോക്കിയാലും പല കാര്യങ്ങളിൽ മനസ്സിനെ പിടിച്ചിടാൻ ശ്രമിച്ചാലും അടുത്ത നിമിഷം ഓർമ്മകൾ വേട്ടയാടിക്കൊണ്ടിരിക്കും. അജി ഫ്രഷായി ഇറങ്ങുമ്പോഴും നന്ദു അങ്ങനെ കിടക്കുന്നുണ്ട്. അനങ്ങാതെ കിടക്കുവാണ്. ടോപ്പ് ഇട്ടിട്ടില്ല, പുതപ്പിട്ടിട്ടുണ്ട്. അജി മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് അവൾക്ക് അടുത്തേക്ക് വന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. അജുവിൻ്റെ കണ്ണുകൾ ചുരുങ്ങി. നന്ദ ആകുലതയോടെ വിളിച്ചുകൊണ്ട് അവളുടെ അടുത്ത് ബെഡിലിരുന്നു. നന്ദു നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവനെ നോക്കി. അജു ഒന്നും മനസ്സിലാവാതെ അവളെ നോക്കിയിരിക്കുവാണ്. എന്താ നന്ദ, എന്ത് പറ്റി? വയ്യേ? ബാത്റൂമിൽ കയറുമ്പോൾ ചിരിയോടെ കിടന്നവളാണ്. ഇറങ്ങി വരുമ്പോൾ കരഞ്ഞുകൊണ്ട് കിടക്കുന്നത്. നന്ദു ഒഴുകി ഇറങ്ങുന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവനെ നോക്കി. അമ്മയെ ഓർമ്മ വന്നു. അവളുടെ ആ മറുപടിയിൽ അജു ഒന്നും മിണ്ടിയില്ല. എത്രയൊക്കെ ചിരിച്ച് കളിച്ചാലും അവൾക്കുള്ളിൽ നിന്നും അതൊരു വേദനയായി തീരാ നഷ്ടമായി ഉണ്ടാകും. അജു അവൾക്ക് നേരെ കൈവിടർത്തിയതും പുതപ്പ് മാറിൽ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ ബെഡിലിരുന്നു. അജു അവളെ പോക്കിയെടുത്ത് അവനെ മടിയിലേക്കിരുത്തി. അമ്മയെ ഓർത്ത് ഒരിക്കലും എന്നെ നന്ദിത വിഷമിക്കരുത്. നിന്നെ സംരക്ഷിക്കാൻ കഴിയുന്നവൻ്റെ കയ്യിലാണ് നീ ഉള്ളതെന്ന് നിൻ്റെ അമ്മക്ക് അറിയാം. എല്ലാം കണ്ട ആ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാകും. കരയരുത്, ഞാനില്ലേ. അവളൊന്നും മിണ്ടിയില്ല. അവനോട് ചേർന്ന് ആ നെഞ്ചിൽ പറ്റിച്ചേർന്നിരുന്നു. കഴുത്തിലൂടെ രണ്ട് കൈയും ചുറ്റിക്കൊണ്ട് അവനോട് ചേർന്നിരുന്നു. ശരിയല്ലേ, ഈ വിവാഹം നടക്കാതെയാണ് അമ്മ പോയതെങ്കിൽ ഈ ലോകത്ത് തനിക്ക് ആരുണ്ട്? ആരുമില്ല. എന്നാൽ ഇനി സ്വന്തമെന്ന് പറയാൻ ഈ ലോകത്ത് ഒരവകാശിയുണ്ട്. അവൻ മാത്രം മതി. എന്തിനും ഏതിനും അവൻ മാത്രം മതി. നന്ദു അവൻ്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി അവനെ നോക്കി. അവൻ്റെ കണ്ണുകളും അവളിലായിരുന്നു. നന്ദു ചുവന്ന് കലങ്ങിയ കണ്ണുകൾ കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു. അജു മറുപടിയായി അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. നിനക്ക് ഞാനുണ്ട് പെണ്ണേ, എൻ്റെ മരണം വരെ ഞാനുണ്ട് പറഞ്ഞുകൊണ്ട് വീണ്ടും അവളുടെ ചുവന്ന് കലങ്ങിയ കണ്ണുകളിൽ അമർത്തി മുത്തി. നന്ദൊരു ചിരിയോടെ അവനെ നോക്കിയിരുന്നു. ആരും വേണ്ട, ഈ ഉള്ളവൻ മാത്രം മതി അവൾ മനസ്സിൽ പറഞ്ഞു. അജുവും നന്ദുവും താഴേക്ക് പോകുമ്പോൾ എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു. നന്ദു വരുന്നത് കണ്ടതും പത്മാവതി കഴിപ്പ് മതിയാക്കി എഴുന്നേറ്റ് പോയി. ഹലോ അമ്മായി, എങ്ങോട്ടാ? കഴിച്ച് കഴിഞ്ഞ് എണീറ്റ് പോകുമ്പോൾ അവനവൻ കഴിച്ച പ്ലേറ്റ് കൊണ്ടുപോകണമെന്ന് അറിയില്ലേ? ഇതൊക്കെ ഇനി എന്ന് പഠിക്കാനാ? കുഴിയിലേക്ക് എടുക്കാറായില്ലേ? പ്ലേറ്റ് എടുക്കാതെ കൈ കഴുകാൻ പോയ പത്മാവതിയെ നോക്കി പിന്നിൽ നിന്ന് നന്ദു വിളിച്ച് പറയുമ്പോൾ അജു അവളൊന്ന് തുറിച്ചു നോക്കി. പെണ്ണ് വെറുതെ ഓരോ പണിയുണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. അല്ലെങ്കിൽ അവൾക്ക് അങ്ങനെ കിടന്ന് കാറേണ്ട ആവശ്യമുണ്ടോ? ആ താളിയുടെ പാട്ടിന് പൊക്കോട്ടെ എന്ന് കരുതിയാൽ പോരെ. അജു നന്ദുവിനെ നോക്കി ഒന്ന് പല്ല് കടിച്ചു. പത്മാവതി നന്ദുവിനെ ദേഷ്യത്തിലൊന്ന് നോക്കിക്കൊണ്ട് അവിടുന്ന് പോയി. മറുപടിയൊന്നും പറഞ്ഞില്ല. പറഞ്ഞാൽ അവളോട് ജയിക്കാൻ കഴിയില്ല. പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കണം, അതായിരുന്നു അവളുടെ മനസ്സിൽ. നാശം, നിന്റെ നിറം കണ്ടപ്പോൾ തന്നെ എൻ്റെ മോള് എണീറ്റ് പോയി. നിനക്ക് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ് വന്ന് കഴിച്ചാൽ പോരെ? പത്മാവതി എണീറ്റ് പോയ ദേഷ്യത്തിൽ രാവണി നന്ദുവിനെ നോക്കി ചീറി. നന്ദ അജുവിൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണ് കാണിച്ചുകൊണ്ട് അവനോട് ഇരിക്കാൻ പറഞ്ഞു. അവനിരുന്നതും അവനോട് അടുത്ത് അവളും ഇരുന്നു. അതെ, നിറം കണ്ട എണീറ്റ് പോകുന്നവരൊക്കെ നേരത്തെ ഭക്ഷണം കഴിച്ച് റൂമിൽ കയറി വാതിലടച്ചിരിക്കണം. അല്ല, നിറം കാണാൻ വേണ്ടി ഇതിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കരുത്. ഈ പറഞ്ഞത് നിനക്ക് ചെയ്താൽ എന്താ? നിനക്കങ്ങ് വാതിലടച്ചിരുന്നാ പോരെ? അതിന് നിറം കണ്ട അലർജി വരുന്നതും എഴുന്നേറ്റ് പോകുന്നതും ഞാനല്ലല്ലോ, നിങ്ങളുടെ മരുമകളല്ലേ. അപ്പോൾ ഞാനല്ല, അവർ തന്നെയാണ് വാതിലടിച്ച് റൂമിലിരിക്കേണ്ടത്. രാവണിക്ക് നേരെ ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കുന്ന നന്ദുവിനെ ഒരു ചിരിയോടെ നോക്കിക്കൊണ്ട് ജാനുവും സേതും ഇരുന്നു. പാർവതി അവളെ നോക്കി പേടിപ്പിക്കുന്നുണ്ട്. അതവളുടെ രോമത്തിൽ പോലും മേൽക്കുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. അമ്മ കഴിക്ക്, ഇവളോടൊക്കെ സംസാരിച്ചിരിക്കുന്നത് നമുക്ക് തന്നെയാ നാണക്കേട്. പാർവതി നന്ദുവിനെ നോക്കി ഇത്തിരി കടുപ്പത്തിൽ പറയുമ്പോൾ നന്ദു മുന്നിലുള്ള പാത്രത്തിലേക്ക് വിളമ്പിക്കൊണ്ടൊന്ന് ചിരിച്ചു കൊടുത്തു. കാണക്കൂടെ വർത്താനം പറയാതെ കഴിച്ച് എണീറ്റ് പോതള്ളേ. നന്ദുവിൻ്റെ ആ വാക്കുകൾ കേട്ടതും അജു ശരിക്കും ഞെട്ടി. ഈ പെണ്ണിൻ്റെ എന്തിൻ്റെ കേട്ടാ? വെറുതെ പോയി ചൊറിഞ്ഞിട്ട് വായിൽ തോന്നിയതൊക്കെ പറയുകയാണപ്പോൾ. അജു പതി അവൻ്റെ ഇടത്തെ കൈകൊണ്ട് അവളുടെ തുടയിലൊന്ന് അമർത്തി. നന്ദ അജുവിനെ നോക്കി ഒന്ന് കണ്ണ് ചിമ്മി. ഇതൊക്കെ വെറുതെ അല്ലേ കുട്ടാ, നീ കഴിച്ചോട്ടോ.
അവളുടെ ആ കൊഞ്ചിക്കൽ കൂടെ കേടുന്ന മജുവിന് വാപ്പൊളിഞ്ഞു. ജാനു സേതുമ്മയും അവൻ്റെ മുഖത്തേക്ക് നോക്കി പ്ലിങ്ങിയിരിക്കുകയാണ് അവൻ. അവനക്കിപ്പോൾ യാതൊരു കുഴപ്പമില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൻ്റെ ആ ഭാവങ്ങൾ കാണുമ്പോൾ അവർക്ക് ശരിക്കും ചിരി വന്നു. എങ്ങനെ നടന്ന ചെക്കനാ, ആ ചെറുക്കനെയാണ് ഈ പെണ്ണിരുന്ന് കൊഞ്ചിക്കുന്നത്. സേതുമ്മ പതിയെ ജാനുവിൻ്റെ ചെവിയിൽ പറയുമ്പോൾ ജാനു ചിരിച്ചു. ശരിയാണ്, ആരിലും കാണാത്ത ഗൗരവവും ദേഷ്യവും വാശിയൊക്കെയാണ് അവനിൽ. സ്നേഹമുണ്ട്, അത് സാഹചര്യത്തിനനുസരിച്ച് പ്രകടിപ്പിക്കുകയും ചെയ്യും. പക്ഷേ അതിര് കവിഞ്ഞുകൊണ്ടുള്ള അടുപ്പം ജിത്തുവിനോടും അവൻ്റെ അമ്മയോടും മാത്രമായിരുന്നു. ആ ചെറുക്കനെയാണ് പെണ്ണ് ഈ കോലത്തിലിരിക്കുന്നത്. ആജ് അവളിൽ നിന്ന് കണ്ണുകൾ മാറ്റി കഴിക്കാൻ തുടങ്ങി. അവൾ വാരിക്കൊടുക്കാറാണ് പതിവ്. പക്ഷെ തല്ല് കൂടുന്ന തിരക്കിൽ അവളത് വിട്ടു. രാവണി അവളൊന്ന് കല്ലിപ്പിച്ച് നോക്കി. ദേ തള്ളേ, നല്ല മര്യാദയ്ക്ക് ഞാൻ പറയാം, ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും കുറച്ച് സമാധാനം താ. നിങ്ങളുടെ ഈ കല്ലിച്ച മോന്തെടുത്ത് പുറത്ത് കള, അല്ലെങ്കിൽ ഉണ്ടല്ലോ വാരിപ്പെറുക്കി കഴിക്കുന്ന ഈ കൈ കൂടെ ഞാൻ ഓടിക്കും. അല്ല പിന്നെ. നന്ദൊരു ഭീഷണി രൂപത്തിൽ പറയുമ്പോൾ രാവണി കഴിക്കലും മതിയാക്കി എണീറ്റു. ഒപ്പം പാർവതിയും അവളൊന്ന് കലിപ്പിച്ച് നോക്കിക്കൊണ്ട് അവരകത്തേക്ക് പോയി. അവർ കഴിച്ച പ്ലേറ്റിലേക്ക് നോക്കി എന്തോ പറയാൻ വന്നവളുടെ വായിൽ അജു കുറച്ച് ചോറും അവിയലും കൂടെ തിരികെ. അജുവിൻ്റെ ആ പ്രവൃത്തി പ്രതീക്ഷിക്കാത്തത് കൊണ്ടും അവരോട് പറയാൻ വന്നത് പറയാൻ കഴിയാതെ പോയതിലുള്ള ദേഷ്യം നന്ദു അവനെ തുറിച്ച് നോക്കിക്കൊണ്ട് വീട്ടി. ഇനി നീ വായിട്ട് അലച്ച പിന്നെ നീ റൂമിന് പുറത്തേക്ക് ഇറങ്ങില്ല. അവൻ്റെ ഗൗരവത്തിലുള്ള ശബ്ദം കേട്ടതും അവളൊന്ന് പാവം പോലെ തലയാട്ടിക്കൊണ്ട് കഴിച്ചു തുടങ്ങി. അല്ല പിന്നെ, കുറെ നേരായി അവളൊരു ഭീഷണിപ്പെടുത്തൽ. അവളെ ഒന്ന് നോക്കി പെറുപെറുത്തുകൊണ്ട് അജുവും കഴിക്കാൻ തുടങ്ങി. രണ്ടുപേരെയും നോക്കി ചിരി കടിച്ച് പിടിച്ചുകൊണ്ട് സേതുമ്മയും ജാനുവും അവിടെ ഇരിക്കാൻ പാടുപെട്ടു. നന്ദ പിന്നെ മുന്നിലുള്ള പ്ലേറ്റിൽ നിന്ന് മുഖം ഉയർത്തിയില്ല. പഴയ അജുവാണെങ്കിൽ അവൾ അവരെ പറയുന്നതൊക്കെ കണ്ണുപെടുത്തി കൗതുകത്തോടെ നോക്കിയിരിക്കും, ഒന്നും വിട്ടില്ല. പക്ഷേ ഈ അജു അങ്ങനെയല്ല, എടുത്തിട്ട് അലക്കുമെന്ന് അവൾക്കറിയാം. സേതുമ്മയും ജാനുവും കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റു. ഒപ്പം അവരുടെ പ്ലേറ്റ് കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. അജുവും കഴിക്കൽ കഴിഞ്ഞ് എഴുന്നേറ്റ് കൈ കഴുകാൻ നടന്നു. കുറച്ച് കഴിഞ്ഞതും സേതുമ്മ തിരിച്ചു വന്ന് ടേബിളിൽ ഉണ്ടായിരുന്ന രാവണിയുടെയും പാർവതിയുടെയും പത്മാവതിയുടെയും പ്ലേറ്റ് എടുക്കാൻ കൈ പൊക്കിയതും നന്ദി ഇടത്തേക്ക് കൊണ്ട് അവിടെ കയ്യിൽ പിടിച്ച് തടഞ്ഞു. അല്ല, വനജേച്ചി എവിടെ? അത് ചോദിക്കുമ്പോൾ അവൾ പിരികം ചുളിഞ്ഞു. ഇങ്ങനെയുള്ളതെല്ലാം വനജേച്ചിയാണ് ചെയ്യാറുള്ളത്. അതാണ് അവൾ എടുത്ത് ചോദിക്കാൻ കാരണം. വനജേച്ചി ഒന്ന് അവളുടെ വീട് വരെ പോയിരിക്കാം, ഇന്നിനി വരില്ല. സേതുമ്മ പറഞ്ഞത് നന്ദുവിൻ്റെ മുഖം തിളങ്ങി. എന്തൊക്കെയോ കത്തിയ പോലെ അവളൊന്ന് ചിരിച്ചു. സേതുമ്മ പോക്കോ, ഇതിവിടെ ഇരിക്കട്ടെ, ഇവരെയൊക്കെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നന്ദൊരു ചിരിയോടെ പറയുമ്പോൾ സേതുമ്മയുടെ മുഖം ചുളിഞ്ഞു. സേതുമ്മ ഒന്ന് ആലോചിക്കണ്ട, ചെല്ല്, എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. പോയി കുറച്ച് നേരം ഉറങ്ങിക്കോ, ബാക്കിയുള്ള പണിയൊക്കെ ഞാൻ ചെയ്യാം. ഒന്തിത്തള്ളി സേതുമ്മയെ പറഞ്ഞു വിട്ടുകൊണ്ട് അവളുടെ പ്ലേറ്റ് കയ്യിലേക്കെടുത്ത് തിരിഞ്ഞതും അവളെ നോക്കി ഗൗരവത്തിൽ നിൽക്കുന്ന അജു അവളൊന്ന് ചിരിച്ചു. അല്ല, ഒരുമാതിരി ഇളി. അജു ഗൗരവം വിടാതെ തന്നെ അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ ടോപ്പിൽ കൈ തുടച്ച ശേഷം അവളോട് ചേർന്ന് നിന്ന് അവളുടെ ഷോൾഡറിൽ അവൻ്റെ ചുണ്ട് തുടച്ചു. നന്ദുവിൻ്റെ കണ്ണുകൾ വാഷ് ബേസിൻ്റെ അടുത്ത് തൂക്കിയിട്ടിരിക്കുന്ന ടവലിലേക്ക് പോയി. ഓരോ പൊല്ലാപ്പിടുത്ത് തലയിൽ വെക്കിട്ടോ, അവസാനം ഇതിനൊക്കെ കൂടെ തിരിച്ചു കിട്ടുമ്പോൾ ഞാൻ കൂടെ കാണില്ല. അതൊക്കെ പറച്ചിലല്ല അജൂട്ടാ, എൻ്റെ കൂടെ ദേ ഇതുപോലെ ഉണ്ടാവും, ബെറ്റുണ്ടോ? അവൻ പറഞ്ഞ് പൂർത്തിയാക്കിയ നിമിഷം തന്നെ അവൾ മറുപടി കൊടുത്തു. അജുമുഖം താഴ്ത്തി അവളുടെ കവളിൽ അമർത്തി ഒന്ന് കടിച്ചു വിട്ടു. അവൻ അകന്നതും അവളൊരു കൂസലുമില്ലാതെ അടുക്കളയിലേക്ക് നടന്നു. അജു അവൾ പോകുന്നത് നോക്കി ഹാളിലെ സെറ്റിയിലിരുന്നു. നന്ദു പാത്രമൊക്കെ കഴുകി വെച്ച് അടുക്കളയൊക്കെ വൃത്തിയാക്കി ഹാളിലേക്ക് വരുമ്പോൾ അവളെ കാതെന്ന പോലെ അജു ടി വിയിലേക്ക് നോക്കി സെറ്റിയിലിരിക്കുന്നുണ്ട്. റൂമിലേക്ക് പോയില്ലേ? അവനക്ക് അടുത്ത് വന്നിരുന്നു കൊണ്ട് അവൾ ചോദിക്കുമ്പോൾ അവനില്ലെന്ന് തലയാട്ടി. ഞാൻ എൻ്റെ ഭാര്യയെ കാത്തിരുന്നതാ. അജു ടി വിയിലേക്ക് നോക്കിക്കൊണ്ടൊരു ചിരിയോടെ പറയുമ്പോൾ അവളൊന്ന് ചിരിച്ചു. പിന്നെ ചുറ്റുമൊന്ന് നോക്കി. എല്ലാവരും അവനവരുടെ റൂമിൽ ഉച്ചമയക്കത്തിലാണ്. മെയിൻ വാതിൽ ലോക്കാക്കിയിട്ടുണ്ട്. നന്ദു മറ്റൊന്നും ചിന്തിക്കാതെ അവൻ്റെ കവളിൽ അമർത്തി കടിച്ചു. ആ പ്രതീക്ഷിക്കാതെയുള്ള അവളുടെ ആ കടിയിൽ അവനക്ക് തടുക്കാൻ കഴിഞ്ഞില്ല. തടുക്കാൻ നോക്കിയപ്പോഴേക്കും അവൾ പല്ലുകൾ ആഴ്ത്തി ഇറക്കിയിരുന്നു. അവൾ അവൻ്റെ കവളിൽ നിന്നും പല്ലുകൾ അടത്തി മാറ്റിയതും അജു അവളെ തുറച്ചു നോക്കി. വേദനിച്ചോടാ കുട്ട, ഇതുപോലെ തന്നെയാ എനിക്കും, നോക്ക് പറഞ്ഞുകൊണ്ട് അവനക്ക് നേരെ അവളുടെ കവള് കാണിച്ചു കൊടുത്തു. ചുവന്ന് തൊട്ട് വട്ടത്തിൽ കിടക്കുന്നുണ്ട്. അജു അവൻ്റെ കവൾ ഒഴിയുന്നതോടൊപ്പം അവളുടെ കവളിൽ അമർത്തി ഒന്ന് മുത്തി. അവൻ്റെ ചുണ്ടാകുന്നതും അതുപോലൊരു മുത്തം അവളും അവനെ കവളിൽ കൊടുത്തു. എന്ത് തന്നാലും ഞാൻ തിരിച്ചു തരും. നന്ദൊരു ചിരിയോടെ പറയുമ്പോൾ അജു അവൾ അവനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. രണ്ടുപേരും ഒരു ചിരിയോടെ ടി വിയിലേക്ക് നോക്കിയിരുന്നു. നന്ദ ടി വിയിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവളൊന്ന് മൂളി. നീ എന്തിനാണ് പെണ്ണെ അവരോടൊക്കെ പോയി മുട്ടുന്നത്? നിന്റെ കാര്യം നോക്കി ഇവിടെ അടങ്ങി ഒതുങ്ങി നിന്നാ പോരെ? അവനവളുടെ തലമുടിയിൽ തഴുകിക്കൊണ്ട് പറയുമ്പോൾ അവളവൻ്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി അവനെ നോക്കി. എന്താപ്പാ അങ്ങനെ ഒരു ടോക്ക്? അവളുടെ കണ്ണ് കൂർത്തു. അജൊന്തി ചിരിച്ചുകൊണ്ട് അവളവൻ്റെ നെഞ്ചിലേക്ക് തന്നെ അണച്ചു പിടിച്ചു. ഒക്കെ ദുഷ്ടതികളാ. നീ ചിന്തിക്കുന്നതിലും അപ്പുറം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാ. വെറുതെ എന്തിനാ? അതുകൊണ്ടാട്ടോ.
അജു വാത്സല്യത്തോടെ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറയുമ്പോൾ അവളൊന്ന് ചിരിച്ചു. അവനക്ക് പേടിയാണ്, അവൾ അവരൊക്കെ കൂടി ചേർന്ന് എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഭയം. പേടിയാണോ? അവനെ നെഞ്ചിൽ കിടന്നുകൊണ്ട് പതിയെ അവളൊന്ന് ചോദിച്ചു. അജു മറുപടിയൊന്നും പറഞ്ഞില്ല. ആ ചോദ്യം അവന് സ്വയം ചോദിക്കുമായിരുന്നു. അറിയില്ല, ഈ ഉള്ളവൾക്ക് എന്തെങ്കിലും പറ്റിയ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്നിങ്ങനെ കാവലിരിക്കാൻ പറ്റുമോ? ഇല്ല. എന്നിങ്ങനെ അഭിനയിക്കാൻ പറ്റുമോ? ഇല്ല. ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ പൊന്നജൂട്ട, എൻ്റെ കാര്യം ഒഴിച്ചൊരു പേടിയും വേണ്ട. നിന്നടക്കം ഞാൻ നോക്കിക്കൊള്ളാം. എനിക്ക് നല്ല നാടൻ തല്ലും കരാട്ടയൊക്കെ അറിയാം. നെഞ്ചിൽ കിടന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ചിരിയോടെ പറയുമ്പോൾ അജയോളൊന്ന് ഇറുകെ അമർത്തി പിടിച്ചു. ഇങ്ങനൊരു തല തിരിഞ്ഞ പെണ്ണ്. ആ പിന്നെ ഉത്സവത്തിന് അജുവിൻ്റെ അപ്പച്ചി വരുന്നുണ്ട് അത്ര. പെട്ടെന്നെന്തോ ഓർമ്മ വന്ന പോലെ അവൾ പറഞ്ഞതും അജു മനസ്സിലാവാതെ അവളെ നോക്കി. അപ്പച്ചിയോ? അത് പറയുമ്പോൾ അവനെ നെറ്റിച്ചു വിളിഞ്ഞു. ആ, പണ്ടേതൊരു ക്രിസ്ത്യാനി ചെക്കൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയ രാവണിയുടെ ഒരേ ഒരു പുത്രി. ഓ, അവരോ? കേട്ടിട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ല. അവൻ താല്പര്യമില്ലാതെ പറഞ്ഞു. വീട്ടിലുള്ളവർത്തിന് സഹിക്കാൻ കഴിയുന്നില്ല, പിന്നെയാണ് പുറത്തുനിന്ന് ഓരോന്ന്. മിക്കവാറും ആ രാക്ഷസ തള്ളിയുടെ സ്വഭാവം തന്നെയാവും. ആവൊന്നല്ല, സേതമ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ആണ്. ഇവരൊക്കെ വന്നിട്ട് എൻ്റെ തലയിൽ കയറി നിരങ്ങുമെന്ന് എൻ്റെ പേടി. എന്നാലേ എനിക്ക് നീ അവരുടെ തലയിൽ കയറി നിരങ്ങുമോന്നാ പേടി. ചിരിയോട് അജി പറയുമ്പോൾ അവളവനെ തുറിച്ചു നോക്കി. അജു ഒന്ന് ചിരിച്ചു. ചിരിച്ച് മയക്കൊന്നും വേണ്ട, ഞാൻ വീഴില്ല. നീ വീഴണ്ടടി, നിന്നെ വീഴ്ത്താൻ എനിക്കറിയാം. അജത് പറഞ്ഞുകൊണ്ട് റിമോട്ട് കയ്യിലെടുത്തുകൊണ്ട് TV ഓഫാക്കി. നന്ദുവിനെ പൊക്കിയെടുത്ത് മടിയിലിരുത്തി നന്ദുവിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. അജൂട്ടാന്ന് വിളിക്കാൻ തോന്നുന്നില്ലേ? പറഞ്ഞുകൊണ്ട് അവളുടെ മൂക്കിലൊന്ന് തട്ടി. നന്ദൊരു ചിരിയോടെ ഇല്ലെന്ന് തലയാട്ടി. പക്ഷേ എനിക്ക് ആ വിളി കേൾക്കാൻ തോന്നുന്നുണ്ട്, വല്ലാത്ത കൊതി തോന്നുന്നുണ്ട്. ആണോ? കളിയാക്കിക്കൊണ്ട് പെണ്ണ് ചോദിച്ച നിമിഷം തന്നെ അവനവളെ കയ്യിൽ കോരിയെടുത്ത് മുകളിലേക്ക് നടന്നിരുന്നു. പോകുന്ന പോക്കിൽ ടേബിളിലിരിക്കുന്ന 3 പ്ലേറ്റിലേക്കും അവളൊന്ന് നോക്കി. ഓ, ആ രാക്ഷസികൾക്ക് പണി കൊടുക്കുമ്പോൾ എന്തൊരു സന്തോഷം. അവളുടെ ചുണ്ടുകളൊന്ന് വിടർന്നു. അജു അവളെ നേരെ ബെഡിൽ കൊടുത്തിട്ട ശേഷം വാതിൽ ലോക്കാക്കി അവൾക്ക് മുകളിലേക്ക് വന്ന് കിടന്നു. അതെ, നേരത്തെ കിടന്നുറങ്ങിയത് കൊണ്ട് ഇനി ഉറക്കൊന്നും വരില്ല. അതുകൊണ്ട് നമുക്ക് ഓരോന്നും പറഞ്ഞു ചെയ്തൊക്കെ കിടക്കാം, അല്ലേ? അല്ല, ഈ പറഞ്ഞ ആൾ മാത്രമേ ഉറങ്ങിയിട്ടുള്ളൂ, ഞാൻ ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഉറക്കം വരുന്നുണ്ട് പറഞ്ഞുകൊണ്ട് അവനെ തള്ളി മാറ്റി തിരിഞ്ഞു കിടന്നു. പിന്നെ നീ ഇപ്പോൾ ഉറങ്ങിയത് തന്നെ. ഒരു കൈ കൊണ്ട് ചെക്കനെ അവളെ മലത്തി കിടത്തി. വല്ലാത്ത കഷ്ടമുണ്ട് ടാജു, എനിക്ക് ഉറങ്ങണം. നീ രാത്രി ഉറങ്ങിയാൽ മതി. പറ്റില്ല, നാളത്തെ ഉച്ചയ്ക്ക് കേൾക്കാൻ പറ്റില്ല. എനിക്ക് നാളെ മുതൽ ജോലിക്ക് പോകാനുള്ളതാ. അവൻ്റെ ഉച്ചക്കത്തെ ഉറക്കം ഞാൻ മിസ് ചെയ്യും. പിന്നെ സൂര്യമംഗലത്ത് അർജുൻ പ്രതാപവർമ്മയുടെ ഭാര്യ ജോലിക്ക് പോയിട്ട് വേണ്ട നമുക്ക് ജീവിക്കാൻ. ചെക്കനത് പറഞ്ഞു തീർന്നതും പെണ്ണവനെ മലത്തി കിടത്തി അവനെ മുകളിൽ കയറിയിരുന്നു. ദേ, ഒരുമാതിരി മൂരാജി ഭർത്താക്കന്മാരെ പോലെ വേണ്ടത്തെ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ, കൊന്നങ്ങ് കളയും ഞാൻ. അല്ല പിന്നെ. പെണ്ണ് കണ്ണ് രണ്ടും മുരട്ടി ദേഷ്യത്തിൽ പറയുമ്പോൾ ആജൊന്ന് പൊട്ടിച്ചിരിച്ചു. ഈ ദേഷ്യം വല്ലാത്ത ഇഷ്ടമാണ് അവന്. ആജൊന്നും മിണ്ടാതെ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവൻ്റെ ശരീരത്തിലേക്ക് കിടത്തി. പെണ്ണിൻ്റെ മുഖം അപ്പോഴും കടന്നിൽ കുത്തിയ പോലെ വീർത്തിരിക്കുവാണ്.